ഇന്ന് നമ്മൾ റോയൽ എൻഫീൽഡിൻ്റെ എല്ലാ മോഡൽസിൻ്റെയും ഒരു ഡീറ്റെയിലാണ് പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ കാണുന്നത് റോയൽ എൻഫീൽഡിൻ്റെ എല്ലാ മോഡൽസുമാണ്. നമുക്കിപ്പോൾ റോയൽ എൻഫീൽഡിൽ 4 എൻജിൻസാണ് ബേസിക്കലി വരുന്നത്. ആ 4 എൻജിൻസിൽ ഈ കാണുന്ന ഹണ്ടർ, ബുള്ളറ്റ്, ക്ലാസിക്, മീറ്റിയോർ എന്നീ വാഹനങ്ങൾക്കൊക്കെ വരുന്നത് ജെ സീരീസ് എന്ന് പറഞ്ഞൊരു എഞ്ചിനാണ്. ജെ സീരീസ് എന്ന് പറയുന്നത് ഒരു SOHC എഞ്ചിനാണ് വരുന്നത്. നമ്മുടെ പണ്ടത്തെ UC എഞ്ചിന് കവർ ചെയ്തിട്ട് വന്നിട്ടുള്ളൊരു എഞ്ചിനാണ് ജെ സീരീസ് എന്ന് പറഞ്ഞ എഞ്ചിൻ. അപ്പോൾ ഇത് ഈ കാണുന്നതാണ് ഹണ്ടർ എന്ന് പറഞ്ഞ മോഡൽ. ഈ ഹണ്ടറിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ദിസ് ഈസ് ആക്ച്വലി എ ഗുഡ് വെഹിക്കിൾ. ഭയങ്കര പെപ്പി ആയിട്ടുള്ള, നമുക്ക് ടൗണിൽ കൂടെ ഈസി ആയിട്ട് മെന്യൂർ ചെയ്ത് പോകാവുന്ന ഒരു വണ്ടിയാണ് ഈ ഹണ്ടർ എന്ന് പറയണേ. പിന്നെ നമ്മുടെ പ്രൈസ് റേഞ്ചിൽ നമുക്ക് എൻട്രി ലെവലിലുള്ളൊരു വണ്ടിയും കൂടിയാണ് ഹണ്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഹണ്ടർ വണ്ടി വന്നപ്പോൾ ഉണ്ടായൊരു ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ, റോയൽ എൻഫീൽഡ് ഓൺ എന്ന് വിചാരിക്കുന്ന ആൾക്കാരും അവർക്ക് ലേശം ഹൈറ്റ് കുറവാണെങ്കിൽ കൂടി ഈ വാഹനം അവർക്ക് ഭയങ്കര കൺവീനിയൻ്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് ഭയങ്കരമായിട്ട് ആൾക്കാർ ആക്സെപ്റ്റ് ചെയ്തിട്ടുള്ള ഒരു മോഡലും കൂടിയാണ് ഈ ഹണ്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കാണുന്നതാണ് ഹണ്ടർ. ദിസ് ഈസ് എക്യുപ്ഡ് വിത്ത് ജെ സീരീസ് എൻജിൻ. അതായത് നമ്മുടെ മീറ്റിയോറിലും ക്ലാസിക്കിലും വന്നിരുന്ന ജെ സീരീസ് എൻജിൻ വെച്ചിട്ടാണ് ഈ വണ്ടി റോയൽ എൻഫീൽഡ് നിങ്ങൾക്ക് വേണ്ടി ആവിഷ്കരിച്ചിട്ടുള്ളത്. ഇത് നിങ്ങൾ ഓടിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓടിച്ച് നോക്കാനുള്ള ഓപ്ഷൻസ് എല്ലാ റോയൽ എൻഫീൽഡ് ഡീലർഷിപ്പിലും ഉണ്ട്. അപ്പോൾ ഇതാണ് സ്റ്റാർട്ടിംഗ് ലെവൽ. ഇതിൽ നമ്മൾ എടുത്ത് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഒരു 5'8", 5'9" ഹൈറ്റുള്ള ആൾക്കാർ മാത്രമാണ് ഈ വാഹനം എടുക്കാൻ പാടുള്ളൂ. കാരണം വെച്ചാൽ അതിന് മീതിയുള്ള ഒരു ഹൈറ്റുള്ള ഒരു വ്യക്തി ഈ വാഹനം എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അവർക്ക് ലോങ് ഡ്രൈവ്സ് എങ്ങാനും പോകേണ്ടി വന്നു കഴിഞ്ഞാൽ അവർക്ക് ബാക്ക് പെയിൻ വരാനുള്ള സാധ്യതയുണ്ട്. ഒരു കാരണവശാലും ഹൈറ്റ് കൂടുതലുള്ള ആൾക്കാർ ഈ വണ്ടി എടുക്കരുത്. ഹണ്ടറിൽ ഇപ്പോൾ പുതിയ 2 കളേഴ്സും കൂടി റോയൽ എൻഫീൽഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പേരാണ് ഡാപ്പർ ഓറഞ്ച്, ഡാപ്പർ ഗ്രീൻ. അത് ഭയങ്കര വൈബ്രൻ്റ് ആയിട്ട് യങ്സ്റ്റേഴ്സിനൊക്കെ ഭയങ്കരമായിട്ട് ഇമ്പ്രസ് ചെയ്യുന്ന രീതിയിലുള്ള കളേഴ്സാണ്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഡീലർഷിപ്പുകളിൽ ചെന്നാൽ മതി, ജസ്റ്റ് ഒന്ന് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ യു വിൽ ഫോൾ ഇൻ ലവ് വിത്ത് ഇറ്റ്. ഇനി നമ്മൾ പോകാൻ പോകുന്നതാണ് ബുള്ളറ്റ് എന്ന് പറയുന്നത്. ബുള്ളറ്റ് എന്ന് പറയുന്ന വാഹനമാണെങ്കിൽ കൂടി ഇതിൽ ജെ സീരീസിൻ്റെ എൻജിനാണ് വരുന്നത്. UCE എൻജിൻ ഡിസ്കണ്ടിന്യൂ ചെയ്തു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ഒരു പുഷ് റോഡ് സിസ്റ്റം ആയിരുന്നു. ഇപ്പോൾ ഇതിൽ വരുന്നത് നമ്മുടെ മീറ്റിയോറിലും ഹണ്ടറിലും ക്ലാസിക്കിലും വരുന്ന സെയിം എൻജിൻ തന്നെയാണ്. നമ്മുടെ പഴമേനെ ഒരു കാരണവശാലും ഒരു കോട്ടം തട്ടാത്ത രീതിയിലാണ് ഇതിൻ്റെ ടോട്ടൽ ഡിസൈൻ തന്നെ റോയൽ എൻഫീൽഡ് കൊണ്ടുവന്നിട്ടുള്ളത്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവാം. ഈ സ്കള്ളിൻ്റെ ഭാഗമാണെങ്കിലും ഈ ഫ്രണ്ടിലത്തെ പീക്ക് ആണെങ്കിലും പിന്നെ ഫ്രണ്ടിൽ വരുന്ന സസ്പെൻഷൻ ആണെങ്കിലും ഇതൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു തനിമ നിർത്തിക്കൊണ്ട് തന്നെയാണ് റോയൽ എൻഫീൽഡ് ഈ വാഹനത്തിന് നിങ്ങൾക്ക് വേണ്ടി പ്രതിനിധാനം ചെയ്തിട്ടുള്ളത്. ഇനി നിങ്ങൾ ടാങ്കിൻ്റെ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ മദ്രാസ് ലൈൻസ് ഇതിനെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ആ ലോഗോൻ്റെ ഇതിവിടെ കൊടുത്തിട്ടുണ്ട്. എൻജിൻ ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്, സെയിം എൻജിനാണ് വരുന്നത്. നമ്മുടെ ജെ സീരീസ് എൻജിനാണ് വരുന്നത്. പിന്നെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ സീറ്റാണ്. ഇതിനൊരു സിംഗിൾ ബെഞ്ച് സീറ്റാണ് വരുന്നത്. ഇപ്പോൾ നിങ്ങൾ ക്ലാസിക്കൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു ഡ്യുവൽ സീറ്റാണ് വരുന്നതെന്നുണ്ടെങ്കിൽ, ബുള്ളറ്റിലേക്ക് വരുമ്പോൾ ഇതൊരു സിംഗിൾ ബെഞ്ച് സീറ്റായിട്ടാണ് റോയൽ എൻഫീൽഡ് പ്രതിനിധാനം ചെയ്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ പലരും ചോദിച്ചിട്ടുണ്ട് നമ്മുടെ ഈ ബുള്ളറ്റിൻ്റെ സീറ്റ് എടുത്ത് ക്ലാസിക്കിന് വെക്കാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടുണ്ട്. അത് ആക്ച്വലി ഡയറക്റ്റ് ഫിറ്റ് അല്ല. നമുക്ക് അതിന് വേണ്ടിയിട്ട് കുറേ ഗ്രൈൻഡ് ചെയ്യേണ്ടതും ബാക്കി കുറേ കാര്യങ്ങളൊക്കെ വേണ്ടി വരും. അപ്പോൾ അത് ചെയ്യാതിരിക്കുകയാണ് ഭേദം. കാരണം വെച്ചാൽ എനിക്ക് എന്തെങ്കിലും വാറണ്ടിയിൽ ആവശ്യമുണ്ടെങ്കിൽ ഈ കാര്യം ചെയ്ത് കഴിഞ്ഞാൽ വാറണ്ടി വോയിഡ് ആവാനുള്ള സാധ്യത ഉള്ളതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇതാണ് ബുള്ളറ്റ് 350 വിത്ത് ജെ സീരീസ് എൻജിൻ എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് നമ്മുടെ റോയൽ എൻഫീൽഡിൽ തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു മോഡലാണ് ക്ലാസിക് എന്ന് പറയുന്നത്. ക്ലാസിക്കും ഇപ്പോൾ ജെ സീരീസ് എൻജിൻ വെച്ചിട്ട് തന്നെയാണ് വരുന്നത്. അപ്പോൾ ഈ കാണുന്നതാണ് ക്ലാസിക്. ഇപ്പോൾ ഇരിക്കുന്നത് നമ്മുടെ ഒരു ക്രോം ആൻഡ് റെഡ് കളർ കോമ്പിനേഷനിൽ ഇരിക്കുന്ന കളറാണ് ക്ലാസിക്കിൽ വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ 3 വണ്ടിയും ആക്ച്വലി ഒരു റോഡ്സ്റ്ററാണ്. എന്ന് വെച്ചാൽ നമുക്ക് റോഡിൽ ഓടിക്കാവുന്ന രീതിയിലുള്ള സ്ട്രാൻഡ്സും ബാക്കിയുള്ള കാര്യങ്ങളാണ് റോയൽ എൻഫീൽഡ് ഈ വാഹനത്തിൻ്റെ ആ ഒരു പൊസിഷനിലേക്ക് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ ഇതിലിരിക്കുന്ന ഒരു അപ്രൈറ്റ് ആയിട്ട് കമാൻഡിങ് പൊസിഷനിലാണ് ഇത് ഇരിക്കുന്നത് എന്നുണ്ടെങ്കിൽ, അതിനാണ് ഒന്നും കൂടി കമാൻഡിങ് പൊസിഷനിലാണ് നമ്മുടെ ബുള്ളറ്റ് എന്ന് പറഞ്ഞ വാഹനം ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഇരുന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക്. ജസ്റ്റ് ഇതിൽ നമ്മൾ ഇരിക്കുമ്പോൾ ഇതിൻ്റെ ലുക്ക് ഇങ്ങനെയാണ് വരിക. പ്ലസ് ഇതിൻ്റെ ഹാൻഡിലിൻ്റെ ബാസ് കമ്പയർഡ് ടു ബുള്ളറ്റ് ഒരു ഇത്തിരി കൂടി താന്നിട്ടാണ് വരിക. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു പൊസിഷൻ, സീറ്റിംഗ് പൊസിഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് വൺ അമംഗ് ദ ഗുഡ് പൊസിഷൻ ദാറ്റ് യു ക്യാൻ എവർ ഹാവ്. ഇനി ഇത് തന്നെ നമ്മൾ ബുള്ളറ്റിലേക്ക് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി കമാൻഡിങ് പൊസിഷനാണ് നമുക്ക് റോയൽ എൻഫീൽഡ് കൊടുത്തിട്ടുള്ളത്. ഐ ആം ആക്ച്വലി 5'9", അപ്പോൾ എൻ്റെ ഒരു ഹൈറ്റിനനുസരിച്ചിട്ടുള്ളതാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. അപ്പോൾ ഇതിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളൊന്നും കൂടി ഒരു വൈഡർ ഹാൻഡിലാണ് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതും
ഒരു റോഡ്സ്റ്റർ എന്നുള്ള നിലയ്ക്ക് നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഇതാണ് വരുന്നത്. കണ്ടോ? ഇനി നമ്മൾ ഹണ്ടറിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ഫ്രണ്ടിലേക്ക് ലീൻ ചെയ്തിട്ടുള്ള ടൈപ്പ് ഓഫ് സിറ്റിംഗ് ആണ് ഹണ്ടറിൽ റോയൽ എൻഫീൽഡ് കൊടുത്തിട്ടുള്ളത്. അതെന്താ വെച്ചാൽ എൻ്റെ 5.9 ആണ്, എന്നാലും ഈ 5.8 5.9 ആൾക്കാർക്ക് കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാവുന്ന രീതിയിലാണ് ഇതിനെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമ്മുടെ റോയൽ എൻഫീൽഡ് വണ്ടികളെല്ലാത്തിലും സീറ്റിംഗ് പൊസിഷന് ഭയങ്കര ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട്. പക്ഷേ കാര്യം എന്താണെന്ന് വെച്ചാൽ ലോങ് റൈഡ്സ് പോകുമ്പോൾ എപ്പോഴും നമുക്ക് വേണ്ടത് ആ ഒരു റൈഡിൻ്റെ ഒരു ക്വാളിറ്റിയാണ്, അല്ലെങ്കിൽ ഒരു പ്യുവർ റൈഡിങ് എക്സ്പീരിയൻസ് ആണ് വേണ്ടത്, അല്ലേ? റാദർ ദാൻ കുറേ സ്പീഡിൽ പോയി എന്നുള്ളതല്ല. ഹൗ ഈസിലി യു ടുക്ക് ടു യുവർ ഡെസ്റ്റിനേഷൻ. നമ്മളെപ്പോഴും റൈഡ് പോകുമ്പോൾ ഞാൻ പലരോടും പറയുന്നൊരു കാര്യമുണ്ട്, ഇറ്റ് ഈസ് നോട്ട് അബൌട്ട് ദ ഡെസ്റ്റിനേഷൻ ദാറ്റ് യു റീച്ച്, ഇറ്റ് ഈസ് ഓൾ ദ മെമ്മറീസ് ദാറ്റ് യു മേക്ക് ഓൺ ദ വേ ടു ദ ഡെസ്റ്റിനേഷൻ. എന്ന് വെച്ചാൽ സ്പീഡിലൊന്നും വലിയ കാര്യമില്ല, നിങ്ങൾ എന്തൊക്കെ കണ്ടു എന്നുള്ളതിലാണ്. നമ്മളിപ്പോൾ പോയിൻ്റ് എ ടു പോയിൻ്റ് ബി പോവുക എന്ന് പറയുന്നതിലല്ല, നമ്മൾ ആ പോകുന്ന വഴിക്ക് എന്തൊക്കെ മെമ്മറീസാണ് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റിയത് എന്നുള്ളതാണ് നമുക്ക് റൈഡിൻ്റെ ഏറ്റവും വലിയൊരു കാര്യമെന്ന് എടുത്തു പറയാവുന്നതും. നിങ്ങൾ റൈഡേഴ്സിൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാലും അവർക്കും പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ റൈഡിൻ്റെ എക്സ്പീരിയൻസ് കമ്പയർ ടു എനി അതർ വെഹിക്കിൾ ഇൻ ദ മാർക്കറ്റ്, റോയൽ എൻഫീൽഡ് നിങ്ങൾക്കത് എടുത്ത് തന്നെ കാണിക്കാവുന്ന ഒരു എക്സ്പീരിയൻസ് ആണ് റോയൽ എൻഫീൽഡ് അവരുടെ വാഹനങ്ങൾക്ക് കൊടുത്തിട്ടുള്ളതും. അതിന് വേണ്ടിയിട്ടാണ് അവരുടെ സീറ്റിംഗ് പൊസിഷൻസ് അറേഞ്ച് ചെയ്തിട്ടുള്ളതും. അതിന് വേണ്ടിയിട്ട് തന്നെയാണ് അതിൻ്റെ എൻജിൻസും ഡിസൈൻ ചെയ്തിട്ടുള്ളതും. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ജെ സീരീസിൽ തന്നെ ലാസ്റ്റ് മോഡലാണ്, അതാണ് മീറ്റിയോർ. ആക്ച്വലി മീറ്റിയോറിലാണ് ജെ സീരീസ് എഞ്ചിൻ ആദ്യം റോയൽ എൻഫീൽഡ് കൊണ്ടുവന്നതെന്നുണ്ടെങ്കിലും നമ്മൾ വെച്ചൊരു പാറ്റേൺ വെച്ചിട്ട് ഇപ്പോൾ മീറ്റിയോർ ലാസ്റ്റ് ഇരിക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ ഇതാണ് മീറ്റിയോർ. ഇതെന്ന് പറയുന്നത് ഒരു അർബൻ ക്രൂസറാണ്. നമ്മുടെ സീറ്റിംഗ് പൊസിഷൻ കമ്പയർ ടു ഓൾ ദ വെഹിക്കിൾസ് ഇതൊന്നും കൂടി താന്നിട്ടാണ് ഇരിക്കുക. നമ്മൾ ഒന്നും കൂടി ഫ്രണ്ടിലേക്ക് കാല് നീട്ടി വയ്ക്കുന്ന രീതിയിലാണ് റോയൽ എൻഫീൽഡ് ഇതിൻ്റെ ഒരു ഡിസൈൻ കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ടാങ്ക് കപ്പാസിറ്റി ബാക്കിയുള്ളതിനെ വെച്ച് കൂടുതലാണ് വരിക. പിന്നെ ഇതിൻ്റെ റൈഡബിലിറ്റിയും ഈ പറഞ്ഞ പോലെ തന്നെ ജെ സീരീസ് എഞ്ചിൻ ആയതുകൊണ്ട് തന്നെ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു റൈഡബിലിറ്റിയും കൂടി നമുക്ക് റോയൽ എൻഫീൽഡ് ഈ വാഹനത്തിന് കൊടുത്തിട്ടുണ്ട്. ബാക്കി ഓൾമോസ്റ്റ് ഓൾ ദ സ്പെക് ആർ ആക്ച്വലി ദ സെയിം. ഇതിൽ നമുക്ക് അലോയ് വീൽസിനുള്ള ഓപ്ഷൻ ഉണ്ട്, നമ്മൾ ക്ലാസിക്കിലും അലോയ് വീൽസിനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഹണ്ടറിലാണെങ്കിൽ നമുക്ക് റോയൽ എൻഫീൽഡ് ബേസ് വേരിയൻ്റ് വെച്ച് ബാക്കി എല്ലാത്തിലും അലോയ് വീൽസ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. 2018-19 കാലഘട്ടത്തിലാണ് റോയൽ എൻഫീൽഡ് അവരുടെ ഹയർ CC എഞ്ചിനുള്ള 2 മോഡൽസ് ഇറക്കിയത്. ഒന്ന് ഇൻ്റർസെപ്റ്ററും ഒന്ന് കോണ്ടിനെൻ്റൽ GT എന്ന് പറഞ്ഞ വാഹനങ്ങളാണ് അവർ ഇറക്കിയത്. ഇതിൻ്റെ ഒരു കൾച്ചർ എന്താണെന്ന് വെച്ചാൽ ഇൻ്റർസെപ്റ്റർ എന്ന് പറയുന്ന ഒരു റോഡ്സ്റ്ററാണ്, കോണ്ടിനെൻ്റൽ GT എന്ന് പറയുന്നത് ഒരു ഡെഡിക്കേറ്റഡ് കഫേ റേസറാണ്. ഇതിന് പിന്നിലൊരു ഹിസ്റ്ററി ഉണ്ട്. ആ ഹിസ്റ്ററി എന്താണെന്ന് വെച്ചാൽ അമേരിക്കയിൽ കാലിഫോർണിയൻ ബീച്ച് കൾച്ചറിനെ റിസംബിൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അതിനെ ഒന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള രീതിയിലാണ് നമുക്ക് ഇൻ്റർസെപ്റ്റേഴ്സ് റോയൽ എൻഫീൽഡ് ഇറക്കിയത്. അപ്പോൾ നിങ്ങൾ ചോദിക്കും കോണ്ടിനെൻ്റൽ GT എന്ന് പറയുന്നത് ഇംഗ്ലണ്ടിൽ വൺ കഫേ ടു അനദർ കഫേയിലേക്ക് എത്ര സ്പീഡിൽ എത്താവുന്ന രീതിയിലേക്ക് ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ് നമുക്ക് കോണ്ടിനെൻ്റൽ GT എന്ന് പറയുന്നത്. ഈ കോണ്ടിനെൻ്റൽ GTയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ സീറ്റിംഗ് പൊസിഷൻ എന്ന് പറയുന്നത് ഭയങ്കര ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള സീറ്റിംഗ് പൊസിഷനാണ്. ആ വണ്ടി ഇഷ്ടപ്പെടുന്നവർ മാത്രം എടുത്താലാണ് അത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ബാക്കിയുള്ളവർ ഉപയോഗിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് അത് ഇഷ്ടപ്പെടാനുള്ള ചാൻസ് കുറവാണ്. ആ സമയത്താണ് നമുക്ക് ഇൻ്റർസെപ്റ്റർ വരുന്നത്. ഇൻ്റർസെപ്റ്ററിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ആർക്കും ഇത് ഭംഗിയായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഇനി നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു എഞ്ചിൻ്റെ കാര്യം, പണ്ട് 750 cc എൻജിൻസൊക്കെ റോയൽ എൻഫീൽഡ് ഇറക്കിയിരുന്നു. അപ്പോൾ അന്നുണ്ടായിരുന്ന ആ ഒരു എക്സോസ്റ്റ് നോട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ 2 വാഹനങ്ങൾക്കും അവർ ഫയറിംഗ് ആംഗിൾ കൊടുത്തിട്ടുള്ളത് 270 ഡിഗ്രിയാണ്. അതിനെ എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടുണ്ടായിരിക്കുന്ന ആ റമ്പിളല്ലേ, നമ്മൾ ആ കൊടുക്കുമ്പോൾ ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ ആ ഒരു റമ്പിൾ ഉണ്ടാവില്ലേ, ആ റമ്പിളാണ് അവിടെ അവർ റിപ്ലിക്കേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ വരുന്ന 2 വാഹനങ്ങൾ എന്ന് പറയുന്നത് ഇൻലൈൻ ട്വിൻ സിലിണ്ടറാണ്. കുറേ പേർക്ക് ഒരു തെറ്റിദ്ധാരണയുണ്ട് ഇതൊരു പാരലൽ ട്വിന്നാന്നുള്ളത്. ഒരിക്കലും ഇതൊരു പാരലൽ ട്വിൻ അല്ല. അന്ന് 2 വണ്ടി ഇറക്കിയപ്പോൾ അവർ പറഞ്ഞിരുന്നു പാരലൽ ട്വിൻസ് എന്നാണ് ഉദ്ദേശിച്ചത്. പക്ഷേ ആൾക്കാർ അത് കൺസീവ് ചെയ്ത് വന്നപ്പോൾ അത് പാരലൽ ട്വിൻ എഞ്ചിൻ എന്നുള്ളതായി. ഒരിക്കലും പാരലൽ ട്വിൻ അല്ല, ദിസ് ഇസ് ആക്ച്വലി ഇൻലൈൻ ട്വിൻ സിലിണ്ടർ. ഇതാണ് ഇൻ്റർസെപ്റ്റർ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ദിസ് ഇസ് ആക്ച്വലി എ റോഡ്സ്റ്റർ. അപ്പോൾ ഇതിലിരിക്കുന്ന ഒരു സീറ്റിംഗ് പൊസിഷൻ ഇങ്ങനെയാണ് വരിക. നമുക്കൊന്നുകൂടി കംഫർട്ടബിളായിട്ട് നേരെ ഇരുന്ന് ഓടിക്കാവുന്ന ഒരു രീതിയിലുള്ള പൊസിഷനാണ് റോയൽ എൻഫീൽഡ് ഈ വാഹനത്തിന് കൊടുത്തിട്ടുള്ളത്. ഈവൻ ഇതിൻ്റെ സീറ്റിംഗ് ഭയങ്കര കംഫർട്ടബിളാണ്. നിങ്ങൾ ടാങ്കിൻ്റെ ഡിസൈൻ നോക്കിക്കഴിഞ്ഞാൽ ഒരു ടിയർ ഡ്രോപ്പ് ഡിസൈൻ തന്നെയാണ് റോയൽ എൻഫീൽഡ് ഈ വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇവിടെ ചെറിയ കട്ടിങ് ഉണ്ട്. അതെന്ന് വെച്ചാൽ നമുക്ക് ടാങ്കിനോട് ഹഗ് ചെയ്ത് നിൽക്കാവുന്ന രീതിയിലുള്ള ഇതാണ്. പിന്നെ നമുക്ക് വരുന്നത് ആ ഒരു ഹാൻഡിലിൻ്റെ പൊസിഷനും ആ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററും ഒക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഡിജിറ്റൽ പ്ലസ് അനലോഗാണ് വരുന്നത്. ബേസിക് ആയിട്ടുള്ള ഡിജിറ്റൽ ഡീറ്റെയിൽസാണ് റോയൽ എൻഫീൽഡ് ഈ വാഹനത്തിന് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ ECUs പണ്ട് വന്നിരുന്നത് ബോഷിൻ്റെയാണ്, ഇപ്പോൾ വരുന്നത് വെറ്റിസ്കോ എന്ന് പറഞ്ഞ കമ്പനിയുടെയാണ് വരുന്നത്.
പിന്നെ കാര്യമായിട്ടുള്ള ചേഞ്ചസ് ഒന്നും റോയൽ എൻഫീൽഡ് ഇവരുടെ ഇൻ്റർസെപ്റ്ററിൽ ഇതുവരെ കൊണ്ടുവന്നിട്ടില്ല. ആ കൂടി കൊണ്ടുവന്നിട്ടുള്ളത് ബേസിക്കലി എസ്തെറ്റിക്കലിയും പിന്നെ കളറിലുള്ള ഡിഫറൻസസ് മാത്രമാണ് റോയൽ എൻഫീൽഡ് ഇതുവരെ കൊണ്ടുവന്നിട്ടുള്ളൂ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ കോണ്ടിനെൻ്റൽ ജി ടിയുടെ ഒരു സീറ്റിംഗ് പൊസിഷനാണ്. കോണ്ടിനെൻ്റൽ ജി ടിയിലേക്ക് നമ്മൾ കിടക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു ഡെഡിക്കേറ്റഡ് പൊസിഷനാണ്. നമ്മൾ സാധാരണ ഒരു വണ്ടി ഓടിക്കുന്ന പോലെ ഈ വണ്ടി ഓടിക്കാൻ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് വോണ്ട് ബി മച്ച് ഈസിയർ ഫോർ എ ന്യൂ യൂസർ. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഡിസൈൻ എന്ന് പറയുന്നത് നമുക്ക് സ്പീഡ് നാരോ ആയിട്ട് ഇരുന്ന് അതിൻ്റെ സ്പീഡാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ സ്പീഡ് ആക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ വേണ്ടത്? നമ്മൾ എയറോഡൈനമിക് ആവണം. എയറോഡൈനമിക് ആവണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ഇരിക്കുന്ന പൊസിഷൻ ഒന്ന് കറക്റ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഒരു വീഡിയോയിൽ കാണിച്ചു തന്നിട്ടുണ്ട്. പലരും ഈ വാഹനം ഓടിക്കുന്നത് കണ്ടിട്ടുള്ളത് ഈ ടാങ്കിൻ്റെ അവിടേക്ക് കയറി ഇരുന്നിട്ട് ഇങ്ങനെ ഇരുന്ന് ഓടിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഓട്ടോമാറ്റിക്കലി എന്തുണ്ടാവുമെന്ന് വെച്ചാൽ നമ്മുടെ ഷോൾഡറിൻ്റെ അവിടെ നമുക്ക് പെയിൻ വരും. നേരെ തിരിച്ച് നിങ്ങൾക്കിത് ഒന്നും കൂടി ഈസി ആയിട്ടിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പിന്നിലേക്ക് ഒന്ന് വലിഞ്ഞിരുന്നിട്ട് നമ്മൾ ഈ പിടിച്ചിട്ടുള്ള പൊസിഷനില്ലേ അവിടെ നിന്ന് നമ്മുടെ ഈ പൊസിഷനാണ് താത്തേണ്ടത്. ഈ പൊസിഷൻ ഇങ്ങനെ താത്തി കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളൊരു ചെറിയൊരു കർവേച്ചർ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഇത്തിരി ലോഡ് തോന്നും. പക്ഷേ വണ്ടി ഓടിക്കാൻ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു എയറിൻ്റെ ആ ഒരു ത്രസ്റ്റ് കൊണ്ട് നമുക്ക് ലോഡഡ് ആയിട്ട് നിൽക്കുകയും ചെയ്യും. ഇത് നിങ്ങൾക്ക് ഒന്നും കൂടി അപ്പോൾ നമ്മളിങ്ങനെ നിൽക്കുന്നതോടുകൂടി നമുക്ക് ഇങ്ങനെ ഇരിക്കാൻ ഇങ്ങനെയാണ് നമ്മുടെ ഒരു പൊസിഷൻ വരിക. നിങ്ങൾക്ക് ഒന്നും കൂടി എയറോഡൈനാമിക് ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് താഴ്ന്നു കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ഇതിൻ്റെ അഗ്രസീവ് ആയിട്ടുള്ള പൊസിഷൻ. നോർമൽ പൊസിഷൻ എന്ന് പറയുന്നത് ഇതാണ് വരിക. അപ്പോൾ ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ട്രെയിറ്റ് റോഡ്സിൽ റോയൽ എൻഫീൽഡ് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് ഓടിക്കാൻ പറ്റുന്ന ഒരേ ഒരു വാഹനമേ ഉള്ളൂ. അത് കഫേ റേസർ ആയിട്ടുള്ള കോണ്ടിനെൻ്റൽ ജി ടി ആണ്. ഇത് ഓടിക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഓടിച്ചു നോക്കുക. ഞാൻ ഈ പറഞ്ഞ രീതിയിലൊന്ന് ഓടിച്ചു നോക്കുക. ആൻഡ് യു വിൽ സീ എ ട്രെമൻഡസ് ഡിഫറൻസ് ഹൗ യു റൈഡ് ഇറ്റ്. അപ്പോൾ എപ്പോഴും ഒന്ന് ശ്രദ്ധിക്കുക. ദിസ് ഈസ് കോണ്ടിനെൻ്റൽ ജി ടി. എൻജിൻസ് സെയിം ആണ്. 270 ഡിഗ്രിയാണ് ഫയറിംഗ് ആംഗിൾ വരുന്നത്. പവറും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇൻ്റർസെപ്റ്ററും കോണ്ടിനെൻ്റൽ ജി ടിയും സെയിം ആണ് വരുന്നത്. ഇനി ഞാൻ പറയാൻ പോകുന്ന സൂപ്പർ മീറ്റിയോറിനും പവറും എൻജിൻ കപ്പാസിറ്റി ഒക്കെ സെയിം ആണ് വരുന്നത്. അപ്പോൾ ദിസ് ഈസ് ഓൾ അബൌട്ട് മൈ ഫേവറേറ്റ് വെഹിക്കിൾ കോണ്ടിനെൻ്റൽ ജി ടി. ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നതാണ് 2023 റോയൽ എൻഫീൽഡ് ഒരു ബീസ്റ്റിനെ ഇറക്കി. അതായത് ലോങ് റോഡ്സ് കോൺക്വർ ചെയ്യാൻ വേണ്ടിയിട്ടൊരു ബീസ്റ്റ്. ഞാൻ ബീസ്റ്റിന് എടുത്ത് പറയാൻ കാരണം എന്ന് വെച്ചാൽ യു സീ ദ വെഹിക്കിൾ മാൻ, ഇറ്റ് ഈസ് ഡാം ആൻഡ് ബ്യൂട്ടിഫുൾ, ഇറ്റ് ഈസ് സോ ലവ്ലി. നിങ്ങൾക്ക് ഇഷ്ടപ്പെടാണ്ട് പോകുന്ന ഒരു പ്രശ്നം ഈ വാഹനത്തിൽ വരുന്നില്ല. ദിസ് ഈസ് ദ ഓൾ ന്യൂ എന്ന് പറയാൻ പറ്റില്ല. ദിസ് ഈസ് ദി സൂപ്പർ മീറ്റിയോർ. അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ പണ്ട് റോയൽ എൻഫീൽഡിൽ നമ്മൾ ഇൻ്റർസെപ്റ്ററിനെ കുറിച്ച് സംസാരിച്ചു, കോണ്ടിനെൻ്റൽ ജി ടിനെ കുറിച്ച് സംസാരിച്ചു. ഇതിലൊക്കെയുള്ള ഫ്ലോസ് എല്ലാം കവർ ചെയ്തിട്ടാണ് നമുക്ക് ഏറ്റവും പുതിയ സൂപ്പർ മീറ്റിയോർ വന്നിട്ടുള്ളത്. അത് നിങ്ങൾ ഓടിച്ചിട്ടില്ലെങ്കിൽ ഓടിച്ചു നോക്കുക. ദിസ് ഈസ് എ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് മെഷീൻ. അതിലെടുത്ത് പറയാവുന്നത് ഫ്രണ്ടിലത്തെ സസ്പെൻഷൻ നമുക്ക് റോയൽ എൻഫീൽഡ് ആദ്യമായിട്ട് ഷോവേര സസ്പെൻഷൻ കൊണ്ടുവന്നത് ഈ വാഹനത്തിലാണ്. LED ഹെഡ്ലൈറ്റ്സ് കൊണ്ടുവന്നത് ഈ വാഹനത്തിലാണ്. പിന്നെ നമ്മുടെ ക്ലസ്റ്റർ എന്ന് പറയുന്നത് നമുക്ക് ഇൻ്റർസെപ്റ്ററിനും കോണ്ടിനെൻ്റൽ ജി ടിക്കും സെയിം ടൈപ്പ് ഓഫ് ക്ലസ്റ്ററാണ് ആദ്യം കൊടുത്തിരുന്നത്. പക്ഷേ ഇതിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ട് റൗണ്ട് ടീമിലുള്ള ക്ലസ്റ്റർ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഗിയർ ലിവേഴ്സ് ഈ പാറ്റേണിലാക്കിയത് ഈ ഒരു മോഡലിലാണ്. പിന്നെ നമ്മുടെ സ്വിച്ച് ക്യൂബ്സ് ഈ ഒരു മോഡലിലാക്കിയത് ഈ ഒരു മോഡലിലാണ് വരുന്നത്. പിന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിരിക്കുന്ന പൊസിഷൻ നമ്മുടെ കാല് ഫ്രണ്ടിലേക്ക് ഒന്നും കൂടി നീട്ടി വയ്ക്കാവുന്ന രീതിയിൽ ക്രൂസറാണത്. ലോങ് ക്രൂസറാണ് വരുന്നത്. 648 cc ഒരു ലോങ് ക്രൂസറാണ് നമ്മുടെ സൂപ്പർ മീറ്റിയോർ എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് അതിൻ്റെ ഒരു പൊസിഷൻ വരുന്നത്. അപ്രൈറ്റായിട്ട് നെഞ്ചും വരിച്ച് വിത്ത് ഓൾ യുവർ കോൺഫിഡൻസ് ഓടിക്കാൻ പറ്റുന്ന ഒരു വാഹനം തന്നെയാണ് സൂപ്പർ മീറ്റിയോർ എന്ന് പറയുന്നത്. ഇതുവരെ ഒരാൾ പോലും ഈ വാഹനം ഓടിച്ചിട്ട് ഇതിനൊരു കുറ്റമുണ്ട് എന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടില്ല. വണ്ടി വളരെ താന്നിട്ടാണ് ഇരിക്കുന്നത്. ബാക്കിൽ നമുക്ക് 150 സെക്ഷൻ്റെ ടയറാണ് വരുന്നത്. രണ്ടും അലോയ് വീൽസ് ആണ് വരുന്നത്. വാട്ട് ടു സേ മോർ അബൌട്ട് ഇറ്റ്? ദിസ് ഈസ് മൈ സെക്കൻഡ് ഫേവറേറ്റ് വെഹിക്കിൾ, ദാറ്റ് ഈസ് സൂപ്പർ മീറ്റിയോർ. 2015-16 കാലഘട്ടത്തിൽ നമ്മുടെ ഹിമാലയത്തിലേക്കൊക്കെ ഏറ്റവും കൂടുതൽ പോയിട്ടുണ്ടാവുക വണ്ടി ഇതായിരിക്കും, ഹിമാലയൻ. അതിന് നമ്മുടെ സിദ്ധാർത്ഥ ലാൽ തന്നെ പണ്ട് ഈ സാധാ ബുള്ളറ്റിൽ ഹിമാലയനിൽ പോണ ആൾക്കാരെ കണ്ടിട്ട് അവരുടെ ആ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാക്കിയിട്ട് മാർക്കറ്റിൽ ഇറക്കിയ വാഹനമാണ് ഹിമാലയൻ എന്ന് പറഞ്ഞ ഈ വാഹനം. ഒരുപാട് ഫാൻ ബേസ് ഉള്ളൊരു വാഹനമാണ് ഹിമാലയൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ആ വാഹനം. ഈ വാഹനത്തിൻ്റെ ഒരു ഫീച്ചർ എന്ന് പറയുന്നത് ഫ്രണ്ടിൽ നമുക്ക് 21 ഇഞ്ചിൻ്റെ ടയേഴ്സാണ് വരുന്നത്. റിയറിലും ഈ പറഞ്ഞ പോലെ വീതി കൂടി ടയേഴ്സും. ഇത് ഒരു ഡിഫറെൻറ്റ് ലീഗാണെന്ന് തന്നെ പറയാം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റ് പോലെ തന്നെ പുറത്തുള്ള
പല മാർക്കറ്റുകളും പിടിച്ചടക്കാൻ സാധിച്ചിട്ടുള്ള ഒരു വലിയ ഒരു മോഡലാണ് ഈ ഹിമാലയൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഹിമാലയൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് വെരി കംഫർട്ടബിൾ ഓൺ റോഡ് ആസ് വെൽ ആസ് ഓഫ് റോഡ്. ഓൾ റോഡ്സ് നോ റോഡ്സ് എന്നാണ് റോയൽ എൻഫീൽഡ് തന്നെ ഇതിൻ്റെ ടാഗ് ലൈൻ കൊടുത്തിട്ടുള്ളത്. അത് ലിറ്ററലി കറക്റ്റായിട്ടുള്ള ഒരു പേര് തന്നെയാണ് എടുത്ത് പറയാവുന്ന ഒരു വാഹനമാണ്. ഹിമാലയൻ ഓണേഴ്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ദേ ഫീൽ ഫോർ ദെയർ വെഹിക്കിൾ ആൻഡ് ദേ ലവ് ദെയർ വെഹിക്കിൾ ലൈക്ക് എനി അതേഴ്സ് ബട്ട് അ ബിറ്റ് മോർ. അത് ഞാൻ പലപ്പോഴും പല ഹിമാലയൻ കസ്റ്റമേഴ്സിൻ്റെയും കോൺവെർസേഷനിൽ നിന്നും അവരുടെ ലവ് ടുവേർഡ്സ് ദ വെഹിക്കിളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ദിസ് ഈസ് ദ ഹിമാലയൻ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഹിമാലയൻ്റെ തന്നെ ഒരു റോഡ് വേർഷൻ ഇറക്കിയവർ. അപ്പോൾ ഒരു സ്ക്രാം എന്നുള്ള പേരിലാണ് ഇറക്കിയത്. കാര്യമായിട്ടുള്ള ഡിഫറൻസസ് ഒന്നുമില്ല. അതിൻ്റെ സൈഡിലെ ടാങ്ക് ഗാർഡ് ഉണ്ടായിരിക്കില്ല എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഫ്രണ്ടിലെ ടയർ ചെറുതാക്കിയിട്ടുണ്ട്. ഇത് മാത്രമാണ് സ്ക്രാം എന്ന് പറഞ്ഞ വണ്ടിയുടെ ഒരു വ്യത്യാസം വരുന്നത്. അപ്പോൾ അതിലും ഈ പറഞ്ഞിട്ടുള്ള പോലെ ഒരു വ്യത്യാസം കൂടി ഉള്ളത് അതിൻ്റെ സീറ്റ് സിംഗിൾ സീറ്റായിട്ടാണ് നമുക്കിതിൽ കാണാൻ പറ്റുക. നമുക്ക് ഹിമാലയനിലാവുമ്പോൾ ഡ്യുവൽ സീറ്റാണ് വരിക. രണ്ടിനും ഒരു കംഫർട്ട് ലെവൽ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഹിമാലയനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഓൾമോസ്റ്റ് ദ സെയിം ആണ്. ഓഫ് റോഡ് ചെയ്യാനാണെങ്കിൽ യു ക്യാൻ ഗോ ഫോർ ദ ഹിമാലയൻ ബിക്കോസ് അതിൻ്റെ ഫ്രണ്ടിലെ ടയർ വലുതായതുകൊണ്ടും ഒന്നും കൂടി ടോർക്കി ആയിട്ടുള്ള വണ്ടിയാണ്. അപ്പോൾ ഓഫ് റോഡ് ചെയ്യാൻ ഇറ്റ് ഈസ് വെരി ഗുഡ്. വെൻ ഇറ്റ് കംസ് ടു ദ ഓൺ റോഡ് ഈ സ്ക്രാമിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അത്ര അങ്ങോട്ട് പോരാത്തൊരു വണ്ടിയാണ്. പക്ഷേ പോരാ എന്നുള്ള സെൻസ് സ്ക്രാമിൻ്റെ ആ ഈസി മാനുവറബിലിറ്റി നമുക്ക് ഹിമാലയന് കിട്ടില്ല. അപ്പോൾ സ്ക്രാം എന്ന് പറയുന്ന വാഹനം ഇതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇറ്റ് ഈസ് പ്യുവർലി ഫോർ ദ ഓൺ റോഡ് പേർപ്പസ്. നിങ്ങൾക്ക് ഓഫ് റോഡ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പറ്റില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. അതും പറ്റുമൊക്കെ ചെയ്യും. ഈ ഹിമാലയൻ്റെ ആ ഒരു ഈസിനെസ് ഈ വാഹനത്തിന് കിട്ടില്ല. സ്ക്രാമിന് ആകെ കൂടുതൽ ഡിഫറൻസ് എന്ന് പറയുന്നത് ഫ്രണ്ടിലെ സ്കളിലുള്ള ഡിഫറൻസ് ഉണ്ടായിരിക്കും, ടയറിലുള്ള ഡിഫറൻസ് ഉണ്ടായിരിക്കും, സൈഡിൽ ആ ടാങ്ക് പ്രൊട്ടക്ഷൻ ഗാർഡ് ഉണ്ടായിരിക്കില്ല. സീറ്റ് എന്ന് പറയുന്നത് ഡ്യുവൽ സീറ്റ് ആയിരിക്കില്ല, സിംഗിൾ സീറ്റാണ് വരുന്നത്. അപ്പോൾ ഇതും ഒരുപാട് പേര് ഇഷ്ടപ്പെടുന്നത് എന്താണെന്ന് വെച്ചാൽ ഹിമാലയൻ്റെ ലുക്കും റോഡിൽ വളരെ കൺവീനിയൻ്റ് ഓടിക്കാൻ പറ്റുന്നൊരു വണ്ടിയാണ് നമുക്ക് സ്ക്രാം എന്ന് പറയുന്നത്. അപ്പോൾ ദിസ് ഈസ് ഓൾ അബൌട്ട് ദ സ്ക്രാം. ഇതിന് വെച്ചിട്ടുള്ള എഞ്ചിൻ്റെ പേരാണ് ഡി ടൈപ്പ് എഞ്ചിൻ. ഡി ടൈപ്പ് എഞ്ചിൻ എന്ന് പറഞ്ഞാൽ LP10 എന്ന് പറയും. ഡി ടൈപ്പ് എഞ്ചിൻ എന്നാണ് ഈ വാഹനത്തിൻ്റെ എഞ്ചിൻ്റെ പേര് വരുന്നത്. അതൊന്നുമില്ല, 411 cc എഞ്ചിനാണ് എന്നുള്ളതാണ് അതിൻ്റെ ഒരു എബ്രിവേഷൻ എന്ന് പറയാം. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞപ്പോൾ വിട്ടുപോയിട്ടുള്ളൊരു കാര്യം, നമ്മുടെ ഇൻറ്റർസെപ്റ്ററും കോണ്ടിനെൻ്റൽ GTയും സൂപ്പർ മീറ്റിയോറും P ടൈപ്പ് എഞ്ചിനാണ് വരുന്നത്. ആ P എന്നാണ് അതിൻ്റെ പേര് വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഹിമാലയനും സ്ക്രാമും തമ്മിലുള്ളൊരു ഡീറ്റെയിൽ. ഇനി ഇതിൽ നിന്ന് ഒന്നും കൂടി എന്താ പറയുക റിഫൈൻഡ് ആക്കിയിട്ട് ഇപ്പോൾ നമ്മുടെ ഹിമാലയനിലാണെങ്കിലും സ്ക്രാമിലാണെങ്കിലും ഇതിൽ നിന്ന് വരുന്ന പവർ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഭയങ്കര റോ ആയിട്ടുള്ള പവർ ഔട്ട്പുട്ടാണ്. റോ ഇൻ ദ സെൻസ് അത് നമ്മളെ ഒരു ഫീല് നമുക്ക് തരുന്ന ഔട്ട്പുട്ടാണ്. അപ്പോൾ 2016 കൺസീവ് ചെയ്തിട്ട് ആക്ച്വലി 2021-22 കാലഘട്ടത്തിൽ ഇറക്കേണ്ടതായിരുന്നു നമ്മുടെ പുതിയ ഹിമാലയൻ. ആ പുതിയ ഹിമാലയൻ കൺസീവ് ചെയ്തിട്ടുള്ള നമ്മുടെ സെയിം ഈ ഹിമാലയൻ തന്നെയാണ്. ഈ ഹിമാലയനിലാണ് നമ്മുടെ പുതിയ ഹിമാലയൻ്റെ എൻജിൻ അവർ ആദ്യം വെച്ച് ട്രൈ ചെയ്തതും. പക്ഷേ എന്തുകൊണ്ടോ ഈ ഒരു ഡിസൈൻ അവർക്ക് മാറ്റണമെന്ന് തോന്നിയുകൊണ്ടാണ് അവർ പുതിയൊരു ഡിസൈനിൽ വന്നിട്ട് നമ്മുടെ ഓൾ ന്യൂ ഹിമാലയൻ 450 എന്ന് പറയുന്ന ഈ വാഹനം ഇറക്കിയിട്ടുള്ളത്. ഈ ഹിമാലയൻ 450 എന്ന് എടുത്ത് പറയുമ്പോൾ ഇതിന് ഹിമാലയൻ തന്നെയാണ് അവർ വിളിക്കുന്നത്. അതിന് 450 എന്ന് സൈഡിൽ പേര് പോലും നിങ്ങൾ എവിടെയും കാണില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പഴയ ഹിമാലയനെ റീപ്ലേസ് ചെയ്തിട്ടാണ് നമ്മുടെ ഏറ്റവും പുതിയ ഹിമാലയൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ വാഹനത്തിന് റോയൽ എൻഫീൽഡ് കൊടുത്തിട്ടുള്ളത് K സീരീസ് എഞ്ചിനാണ്. K സീരീസ് എഞ്ചിൻ എന്ന് പറയുമ്പോൾ സിമ്പിളായിട്ടുള്ള കാര്യം പറയുകയാണെങ്കിൽ റോയൽ എൻഫീൽഡിൻ്റെ തന്നെ ടോട്ടൽ ലൈനപ്പിൽ ആദ്യമായിട്ടാണ് അവർ ലിക്വിഡ് കൂൾഡ് ആയിട്ടുള്ളൊരു എഞ്ചിൻ ഇറക്കുന്നത്. ലിക്വിഡ് കൂൾഡ് എഞ്ചിൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ ഒന്നും കൂടി പവർഫുള്ളായിരിക്കും. പ്ലസ് DOHC ടെക്നോളജിയാണ് അതിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഡ്യുവൽ ഓവർ ഹെഡ് ക്യാം ഷാഫ്റ്റാണ് ഇതിൻ്റെ ടെക്നോളജി വരുന്നത്. സ്ലിപ്പർ അസിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരുപാട് ഫീച്ചേഴ്സ് നമ്മുടെ ഏറ്റവും പുതിയ ഹിമാലയനിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് ഓടിച്ചു നോക്കിയിട്ടില്ലെങ്കിൽ ഓടിച്ചു നോക്കുക. സീറ്റിംഗ് പൊസിഷൻ ദാറ്റ് ഈസ് വൺ ഓഫ് ദി ബെസ്റ്റ്. ഗിയർ ഷിഫ്റ്റ്സ്, ത്രോട്ടിൽ റെസ്പോൺസ്, ബ്രേക്കിങ്, യു നെയിം വാട്ട് എവർ യു വാണ്ട്, ഇറ്റ് ഈസ് ഓൾ ദെയർ ഇൻ ദിസ് വെഹിക്കിൾ. ഇതിൻ്റെ കോസ്റ്റ് വരുന്നത് 3,60,000 ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ അതിനും കൂടുതൽ റോയൽ എൻഫീൽഡ് നിങ്ങൾക്ക് തരുന്നുണ്ട്. പലരും പറയും വില കൂടുതലാണ്, കാറ് വാങ്ങിക്കൂടെ, വേറെ വലിയ ബൈക്ക് വാങ്ങിക്കൂടെ, സെക്കൻഡ് ഹാൻഡ് ബൈക്ക് വാങ്ങിക്കൂടെ, ഇത് കുറേ കഥകളൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്.
പക്ഷേ ഈ വണ്ടി ഓടിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ പറയുന്നതൊക്കെ തിരുത്തി പറയും. കാർ വാങ്ങിച്ചാൽ ഒരിക്കലും ബൈക്കിൻ്റെ ആ ഒരു കംഫർട്ട് കിട്ടില്ല. ദ വിൻഡ് ഓൺ യുവർ ഫേസ് ഇസ് എ ഡിഫറെൻറ്റ് ലീഗ് ഇറ്റ് സെൽഫ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബൈക്ക് എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഇറ്റ് ഈസ് ആക്ച്വലി എ സ്ട്രെസ് റിലീഫ്. ഞാൻ പലപ്പോഴും പല ടെൻഷനിലിരിക്കുമ്പോഴും എൻ്റെ ഓഡ് ടൈംസിലൊക്കെ ഞാൻ ഏറ്റവും കൂടുതൽ ട്രാവൽ ചെയ്യേണ്ട ബൈക്കുമേയാണ്. ബിക്കോസ് ദ ഫീൽ ദാറ്റ് ദ ബൈക്ക് ഗീവ്സ് യു വിൽ നോട്ട് ഗീവ് നൺ ഇൻ ദിസ് വേൾഡ് ക്യാൻ ഗിവ് യു. അപ്പോൾ ട്രൈ ഇറ്റ് ഔട്ട് ദ ഓൾ ന്യൂ ഹിമാലയൻ. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചത് എന്താണെന്ന് വെച്ചാൽ ടോട്ടലായിട്ട് റോയൽ എൻഫീൽഡിൻ്റെ ശ്രേണിയിലുള്ള എല്ലാ വണ്ടികളും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. പുതിയ വണ്ടികൾ കേട്ടോ, പഴയ വണ്ടികളല്ല. UC എൻജിൻസിനെ കുറിച്ചല്ല നമ്മൾ സംസാരിക്കണേ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ആദ്യം ഹണ്ടർ കാണിച്ചു തന്നു. ഹണ്ടറിൻ്റെ തൊട്ടപ്പുറത്ത് ഞാൻ നിങ്ങൾക്ക് ബുള്ളറ്റ് കാണിച്ചു തന്നു. അതിൻ്റെ അപ്പുറത്ത് നമ്മൾ ക്ലാസിക് കാണിച്ചു തന്നു. പിന്നെ മീറ്റിയോർ കാണിച്ചു തന്നു, സൂപ്പർ മീറ്റിയോർ, കോണ്ടിനെൻ്റൽ GT, ഇൻ്റർസെപ്റ്റർ. ഇനി ഇപ്പുറത്തോട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സ്ക്രാം കണ്ടു. പിന്നെ ഹിമാലയൻ, അത് ആക്ച്വലി ഡിസ്കണ്ടിന്യൂ ചെയ്തു, ബട്ട് ഇറ്റ് ഈസ് ഇൻ ദ ത്രെഷോൾഡ് ഓഫ് ഗെറ്റിംഗ് ഡിസ്കണ്ടിന്യൂഡ്. അപ്പോൾ നമ്മൾ ഹിമാലയൻ കാണിച്ചു തന്നു. പിന്നെ ദ ഓൾ ന്യൂ ഹിമാലയൻ. അപ്പോൾ ഇതാണ് നമ്മുടെ റോയൽ എൻഫീൽഡിലെ ടോട്ടൽ ലൈനപ്പ് എന്ന് പറയുന്നത്. ഇത് നിങ്ങളുടെ ഓരോരുത്തരുടെയും പേഴ്സണൽ പ്രിഫറൻസിന് വേണ്ടിയിട്ട് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് എല്ലാ വാഹനങ്ങളും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത്. അപ്പോൾ അതിൻ്റെ എൻജിൻ്റെ ഡീറ്റെയിൽ സ്പെക്കിലേക്ക് നമ്മൾ പഴയ വീഡിയോസ് ഉണ്ട് നമ്മുടെ വീഡിയോയിൽ. നമ്മൾ ഐ ബട്ടണിൽ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇതിൽ ഏതെങ്കിലും വാഹനങ്ങൾ നിങ്ങൾക്ക് താല്പര്യമാണ്, ഓടിച്ചു നോക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് വിളിക്കാവുന്നതാണ്. ഇനി നമുക്ക് എപ്പോഴും വാഹനങ്ങൾ ടെസ്റ്റ് ഡ്രൈവിന് വേണ്ടി ഡീലർഷിപ്പുകൾ വെച്ചിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ടു ഗിവ് യു ആൻ എക്സ്പീരിയൻസ് ഓഫ് വാട്ട് ദ വെഹിക്കിൾ ഈസ് ഫോർ. ഇപ്പോൾ എനിക്ക് ഇഷ്ടപ്പെടുന്ന ഒരു വാഹനമായിരിക്കില്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെടുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വാഹനം എനിക്ക് ഇഷ്ടപ്പെടുന്ന യാതൊരു നിർബന്ധവുമില്ല. അപ്പോൾ അവിടെയുള്ള വാഹനങ്ങൾ നിങ്ങൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കുക. ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കിയിട്ട് ചൂസ് ഫോർ യുവർ സെൽഫ് വിച്ച് ഈസ് ദ ബെസ്റ്റ് എമംഗ് ഓൾ ദ ലോട്ട്. അപ്പോൾ റോയൽ എൻഫീൽഡിൽ നിന്നാണെങ്കിൽ നിങ്ങൾക്ക് ഇത്രയും വണ്ടികളുണ്ട് ചൂസ് ചെയ്യാനായിട്ട്. ഇഫ് യു ആർ മോർ ഇൻ ടു ആ പവർ സെഗ്മെൻറ്റ്, നമുക്ക് 650 സീരീസിൽ എയർ ഓയിൽ കൂൾഡ് എൻജിൻസ് വരുന്നുണ്ട്. ഇനി ഇഫ് യു ആർ ലുക്കിംഗ് ഔട്ട് ഫോർ എ ലിക്വിഡ് കൂൾഡ് എൻജിൻ, we do have it. We have a K series on our Himalayan. ഇനി ഒരു കാര്യം കൂടി പറയാനുള്ളത്, ഒരുപാട് വാഹനങ്ങൾ നമ്മുടെ 450cc എൻജിനിൽ റോയൽ എൻഫീൽഡ് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ദാറ്റ് ഗോയിങ് ടു ബി എ റെവല്യൂഷൻ. ഇനി എടുത്ത് പറയാവുന്നത് 2025 ഈവൻ വി വിൽ ബി കമ്മിങ് ഔട്ട് വിത്ത് ആർ ഇലക്ട്രിക് വേർഷൻ. നമ്മുടെ മോട്ടോവേഴ്സിൽ ഇപ്രാവശ്യം ഹിമാലയൻ്റെ ഒരു ഇലക്ട്രിക് വേർഷൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഈവൻ ദാറ്റ് ഈസ് ഗോയിങ് ടു കം ഇൻ ടു പിക്ചർ വെരി സൂൺ. ദിസ് ഈസ് ദ ടോട്ടൽ സ്റ്റോറി ഓഫ് റോയൽ എൻഫീൽഡ് ആസ് ഓൺ ഡേറ്റ്. അപ്പോൾ ഇത്ര നേരം നമ്മുടെ വീഡിയോ കണ്ടതിന് നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ ഹൃദ്യമായ നമസ്കാരം. പ്ലസ് ഇനി ഇതുപോലത്തെ വീഡിയോകൾ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്ര നേരം കണ്ട വീഡിയോയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് മെൻഷൻ ചെയ്യുക. പിന്നെ അടുത്തടുത്ത വീഡിയോകൾ നിങ്ങൾക്ക് പെട്ടെന്ന് കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ നോട്ടിഫിക്കേഷൻ ബട്ടൺ പതുക്കെ അമർത്തുക. എൻ്റെ പേര് ഫ്രാൻസിസ് എന്നാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ സ്റ്റേ ട്യൂൺഡ്, സ്റ്റേ അമേസിങ് ആൻഡ് സ്റ്റേ ഇൻ ലവ്.